afternoon. Yes, Monsi, Aina. Good afternoon. Yes, Nidumol, Akshara. Yes, Harshida, good afternoon. Rishya, Andrea, good afternoon. Jonas. Okay, let us start. Arabia. Let us start. Okay. Okay. Yes. Okay. Very good. I don't react yet. Okay, very good. Let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് വരുന്നതിനെയാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? ശരിയല്ലേ? ഓക്കെ ആണല്ലേ? യെസ്. അപ്പൊ ഞാൻ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് എടുക്കാം. ഓക്കെ, 5. യെസ്, ഞാൻ ഉറങ്ങാറുണ്ട്. ഐ സ്ലീപ്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ. ഉണ്ടോ? അതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഈ വാചകത്തിന്റെ തന്നെ നെഗറ്റീവ് വാചകമുണ്ട്. അതായത് ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറില്ല, ഞാൻ ചായ കുടിക്കാറില്ല, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കുറെ കാര്യമില്ലേ? ചെയ്യാറുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ചെയ്യാറില്ല എന്നാണെങ്കിൽ എന്ത് വരും? അതിൻ്റെ ഇടയിൽ ഒരു ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് കൂടി ചേർക്കും. അപ്പൊ അതെന്തായി? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളായി. ഐ ഡു നോട്ട് റീഡ് നോവൽസ്. ഞാൻ നോവൽ വായിക്കാറില്ല. ഐ ഡു നോട്ട് ലേൺ ഹിന്ദി. ഞാൻ ഹിന്ദി പഠിക്കാറില്ല. ഐ ഡു നോട്ട് ടച്ച് യു. ഞാൻ നിങ്ങളെ സ്പർശിക്കാറില്ല. യെസ്, ഉണ്ടോ? അപ്പൊ ഡു നോട്ട് ചേർത്തതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളായി. സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യം. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ഡു നോട്ട് കൂടി ചേർത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ പറയുന്നത് വരാറില്ല എന്ന് പറയും. വരാറില്ല എന്നുള്ളതിന് ഡു നോട്ട് കൂടി ചേർത്ത്. യെസ്, ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ വരാറില്ല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിംഗുലർ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയോ ഷിയോ, അത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു നോട്ട് ചേർക്കരുത്, പകരം ഡസ് നോട്ട് ചേർക്കുക. അതുകൂടെ ഓർത്തിരിക്കുക. ഹി ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹി ഡു നോട്ട് കം എന്ന് പറയരുത്, ഹി ഡസ് നോട്ട് കം എന്ന് പറയാം. ഷീ, അവൾ, അപ്പോഴും ഒരാളെ ഉള്ളൂ, അപ്പോൾ ഷീ ഡസ് നോട്ട് കം എന്ന് പറയാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാം? ഡു നോട്ട് ചേർക്കാം. ഡു നോട്ട് ചേർത്ത് പറയാം. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ദൃശ്യ യെസ്, ദൃശ്യം വരുമെന്ന് വിചാരിക്കാം. ഐശ്വര്യ ആർ എസ് വിളിക്കുമ്പോൾ തന്നെ വരാറുള്ള മനുഷ്യനല്ല. യെസ്, ഇപ്പൊ ഐ ഉപയോഗിക്കുകയാണെങ്കിലും ഡസ് ഉപയോഗിക്കാം. യെസ്,
വെരി ഗുഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. വെരി ഗുഡ് അതിനെ കുറിച്ചാണ് പറയും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. ഞാൻ പറയുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ, സെന്റൻസ് നമ്മൾ വന്നു കഴിയുമ്പോൾ. അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞു സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ ഡസ് നോട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഹിബ ചോദിച്ചൊരു ചോദ്യമാണ്, ഐ എന്ന് പറയുമ്പോൾ ഡസ് നോട്ട് വരണ്ടേ, ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ വരണ്ടേ എന്ന് ചോദിച്ചു. യെസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി അപ്പൊ ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. യു, ഇപ്പൊ ഹിബനോട് മാത്രം എനിക്ക് വേണമെങ്കിൽ യു ആർ ഗുഡ് എന്ന് പറയാം. നിങ്ങൾ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ട് യു ആർ ഗുഡ് എന്ന് പറയാം. അപ്പൊ യു എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്, പ്ലൂറലായിട്ടും ഉപയോഗിക്കാറുണ്ട്. രണ്ട് സെൻസിലും ഉപയോഗിക്കുന്നത്. ഒരാളെ നിങ്ങളെന്ന് വിളിക്കണമെന്നുണ്ടെങ്കിലും ഒന്നിലധികം ആളുകളെ നിങ്ങളെന്ന് വിളിച്ചാലും അത് അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പൊ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിംഗുലർ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ. അപ്പോ ഇവിടെ ഇതിന് രണ്ടിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും ഡു നോട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി, ഡസ് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഐ ഡു നോട്ട് എന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഹിബ അത് ചോദിച്ചോണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു അവർ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദേ കം എന്ന് പറഞ്ഞു. അവർ എന്നുള്ളതിന് പകരം അവൻ എന്നായപ്പോ ഹി കംസ് എന്നാവുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. കാരണം സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ ഒരു എസ് ചെയ്യാം. യെസ്, നമ്മൾ ഇനി അവൻ വരാറില്ല എന്നാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ഹി ഡു നോട്ട് കംസ് എന്നായിരിക്കും. ഹി ഡു നോട്ട് കംസ് എന്നായിരിക്കും മനസ്സിൽ വരുന്നത്. കാരണം ഡു നോട്ട് വേണം, ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് കം എന്നുള്ളതിന്റെ കൂടെ ഒരു എസ് വേണം. നെഗറ്റീവ് വാചകങ്ങളിൽ വെർബിന്റെ കൂടെയുള്ള എസ് എടുത്തിട്ട് ഡൂവിന്റെ കൂടെ ചേർക്കണം. എന്നിട്ട് അത് ഡസ് എന്നാക്കണം. പിന്നെ അപ്പൊ വെർബിന്റെ കൂടെ കം എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഹി ഡസ് നോട്ട് കംസ് എന്ന് വരാതെ ഹി ഡസ് നോട്ട് കം എന്ന് പറഞ്ഞു. യു ഗെറ്റ് ദ പോയിന്റ്? ഹിബ മനസ്സിലായോ? യെസ്, അതാണ്. അപ്പൊ നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഡസ് നോട്ട്, ഡു നോട്ട്. ഡസ് നോട്ട് വരുന്നത് ഹി വരുമ്പോ, ഷീ വരുമ്പോ, സിംഗുലർ വരുമ്പോ. സിംഗുലർ മീൻസ് ബോയ്, ഡസ് നോട്ട്. ബോയ്സ് ആണെങ്കിലോ ഡു നോട്ട്. ഗേൾ, ഡസ് നോട്ട്. ഗേൾസ് ആണെങ്കിലോ ഡു നോട്ട്. ബാക്കിയുള്ളതിന്റെ കൂടെ ഡു നോട്ട്. അപ്പൊ ഇവിടെ ഒരു ഓർമ്മയിൽ വേണ്ടത് ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും എന്ത് ഉപയോഗിച്ചാൽ മതി? ഡു നോട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി. യെസ്, ഓക്കെ. രേഷ്മ, സജിത്, ഇന്നെന്താണ് ആരും വരാതെ? പാർവതി, ആ യെസ്. ഇന്നെന്താണ് ഹിബ വിളിച്ചവരാരും ഇല്ലാതെ? പാർവതി, ഐശ്വതി, അശ്വതി, ഐശ്വര്യ എസ്, രേഷ്മ, സജിത്, മാർഷ്, യെസ്. ഹിബ, ആർ യു റെഡി? സർ, അറിയില്ല, പക്ഷെങ്കിൽ തെറ്റുണ്ടാവും. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്. നോ പ്രോബ്ലം. യെസ്, ഞാനിപ്പോ ഹിബനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹിബ ജീവിതത്തിൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള ഒരു 5 ഐറ്റംസ് നോക്കിവിട്ടു. അപ്പൊ ഹിബക്ക് വേണമെങ്കിൽ പറയാം ഐ ഡു നോട്ട് സ്മോക്ക്, ഞാൻ പുക വലിക്കാറില്ല. യെസ്, ഈ ഡു നോട്ടും ഡോണ്ട്, സെയിം. ഡു നോട്ടും ഡോണ്ട് എന്ന് പറയല്ലേ? പറയാം. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ്റെ ഉപയോഗിക്കുമ്പോൾ ഡു പ്ലസ് നോട്ട്, ഡോണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡോണ്ട് എന്നാണ് പറയാറ്. വെർബൽ പറയുമ്പോ ഡോണ്ട് എന്നല്ലേ പറയാ? പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. യെസ്, ഓക്കെ.
ഡസ് പ്ലസ് നോട്ട് ഡസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡസിൻഡ് എന്ന് പറയാം. ഉം. വില്ല് നോട്ട് വിൽ നോട്ട് പറയാണ്ട് വോണ്ട് എന്ന് പറയാം. WON വോണ്ട്. യെസ്, അങ്ങനെ പറയാം. അപ്പൊ ഡു നോട്ട് ആയാലും ഡോണ്ട് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തത്. Okay. I don't. Can I start, sir? സ്റ്റാർട്ട് ചെയ്യാം. Okay. I don't do workout on daily basis. I don't do workout. Okay. I don't drink tea. I don't drink tea. Mm, ഇല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിക്കോ, നമുക്ക് 5 സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യേണ്ട I കാര്യമായിരിക്കും. don't sing. I don't sing. Yes. I don't read much books. Yes. Then one more. I don't swim. Yes, I don't swim. Okay. Very good. Yes. ഇവിടെ കിട്ടിയാലോ, നമ്മൾ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു 5 ഐറ്റംസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യാതിരിക്കുന്ന 5 ഐറ്റംസ്. യെസ്, I don't cut my hair. ഞാൻ മുടി വെട്ടാറില്ല. I don't use makeup items. I don't use powder. I don't clean my room. യെസ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്, അങ്ങനെ ചെയ്യാതിരിക്കുന്ന 5 ഐറ്റംസ് നമുക്ക് നോക്കി നോക്കാം. യെസ്, അപ്പൊ ആരാണ്? അപ്പൊ ഇപ്പൊ ഹിബ പറഞ്ഞു ഒരുപാട് ഡോണ്ടിൽ എന്താ പറയാന്നുള്ളൊരു ഡോണ്ടിന് എന്താ പറയാ, ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്, ചെയ്യാത്ത കാര്യങ്ങൾ എന്താന്നുള്ളത് തപ്പിപ്പിടിക്കുന്നതാണ് പ്രശ്നം. യെസ്, ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതൊരു പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അവരോട് അങ്ങനെ ആക്കിക്കോ. ചായ കുടിക്കാറുണ്ട്, പക്ഷെ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കില്ല. I do not drink tea. ഞാൻ ചായ കുടിക്കാറില്ല. യെസ്, ഓക്കെ. ഞാനിപ്പോ 3 പേരെ വിളിച്ചു. ഐശ്വര്യ RS വിളിച്ചു, രേഷ്മയെ വിളിച്ചു, പിന്നെ പാർവതിനെ വിളിച്ചു. ഈ കാര്യം കിട്ടിയില്ല. ഇനിയിപ്പോ ഞാൻ ആരും വിളിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കും വേണമെങ്കിലും പറയാം. നിങ്ങൾ ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. ഇല്ലെങ്കിൽ 5 സെന്റൻസ് മുന്നോട്ട് വെച്ച് 5 സെന്റൻസ് ഉണ്ടാകും. അന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചില്ലേ? യെസ്, അതുപോലെ ഐശ്വര്യ മനോജ്, ഞാൻ ആരെയും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഹിബ പറയുന്നത് I don't see movies. ഞാൻ സിനിമ കാണാറില്ല. യെസ്, ഓക്കെ. ഇനി ആർക്കാണ് ധൈര്യമായിട്ട് ഒരു 5 ഐറ്റംസ് പറയാവുന്നത്? പറഞ്ഞോളൂ ഐശ്വര്യ മനോജ് പറഞ്ഞോളൂ. I don't eat fast food. I don't eat fast food. Correct ആണ്. Very good. Yes. I don't watch TV. I don't watch TV. അപ്പൊ നമുക്ക് അവിടെയൊക്കെ നമുക്ക് ഒരു വേറൊരു സംഗതി കൂടി കൊടുക്കട്ടെ. I don't watch TV after 10 o'clock എന്ന് കൊടുക്കാം. I don't watch TV regularly എന്ന് കൊടുക്കാം. Yes. Okay. Carry on. I don't wake up early in the morning. I don't wake up early in the morning. Yes. I don't eat food after 8 o'clock. I don't eat food after 8 o'clock in the evening. Yes. I don't drink coffee. I don't drink coffee. I don't meet my children. അല്ലെങ്കിൽ I don't quarrel with my mother. Okay. ഐശ്വര്യ, വെരി ഗുഡ്. Okay. ഷെറിൻ പറഞ്ഞോളൂ. ഷെറിൻ wake up. Woke up അല്ലെ wake up? Yes, പറഞ്ഞോളൂ. I don't use alcohol. I don't use alcohol. I don't call my sister daily. I don't call my sister daily. I don't listen music much. I don't. Okay. Listen music. Okay. I don't eat sugar. Yes. I don't visit my neighbor's house daily. Yes. I don't visit my neighbor's home daily. Yes.
Okay, Sharon. Very good. Woke up and wake up. Okay, Hiba. Yes. Get it. Yes. Sudisha. Hello, good afternoon, sir. Yes, good afternoon. Good afternoon. I don't Sudisha. talk to my sir. Okay. ഞാൻ പറഞ്ഞ വിഷയം തന്നെ ചെയ്യാത്ത കാര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഓർഡർ റെഡി ആയിക്കോളൂ 5 സെന്റൻസ് റെഡി ആയിക്കോളൂ. യെസ് Okay. I don't see my mother daily. യെസ് I don't walk regularly. യെസ് I don't have my breakfast regularly. യെസ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കരുത്. യെസ് ഓക്കെ ഇല്ല സർ, ജസ്റ്റ് സെന്റൻസിന് വേണ്ടിയാ. okay. Then it is no problem. I don't drink water after 7:30 in the night. Yes. Once I sleep, I don't wake up till the next morning. Yes. Okay. Yes. Okay, Sudisha. Very good. Yes. Thank you, sir. Okay. Kavya. Sir, good afternoon. Yes, good afternoon. Sir, I don't watch reels. I don't watch reels. Okay. I don't play cricket. I don't play cricket. I don't go to gym. I don't go to gym. I don't drink soft drinks. Yes. Very good. I don't drink soft drinks. I don't have time for break. Yes. I don't listen to radio while I cook. Yes. I don't read books in evening. Yes. I don't go to bed before 11 p.m. Yes. Okay. അഞ്ചെന്ന് പറഞ്ഞിട്ട് കാവ്യ 7 എത്തിച്ചു. വെരി ഗുഡ്. Okay. പറഞ്ഞതൊക്കെ നല്ല കൃത്യമായിരുന്നു. ഓക്കെ കാവ്യ. Thanks. വെരി ഗുഡ്. യെസ്. നീതുമോൾ പറയൂ. Hello. Okay, നീതുമോൾ, you continue. You start. I don't swim. Yes. I don't drink alcohol. Yes. I don't using gold. I don't use. Okay. Use gold. I Yes. don't using after overtime phone. I using over phone using. Yes. Okay. I don't I use. don't. പറഞ്ഞോളൂ. Continue. I don't make chicken curry. I don't like chicken curry. Yes. Very good. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണ്? Yes. Okay. Chicken curry like അല്ല. I don't like ആണ് അല്ലേ? അല്ല make. I don't make ആണ്. ഓ very good. ഞാൻ കേട്ടത് ലൈക്ക് എന്നാണ്. മേക്ക് എന്നുള്ളത് എനിക്ക് കേട്ടപ്പോൾ ലൈക്ക് എന്നായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ ചോദിച്ചു. ചിക്കൻ കറി തിന്നും. Okay. I don't use phone regularly. അതാണ്. Yes. Okay. Yes. അപ്പൊ ഇനി നമുക്ക് നീതുമോള് പറഞ്ഞു ജോനാസ് സൈക്കോ. ജോനാസ് JOANNES. Yes. Yes, sir. I don't play football with my friends. Okay. 1 minute. What is your correct name? My name is Sister Shiny, sir. I am working in a hospital. So the mail ID is hospital name only. Okay. Continue. You continue, sister. Okay. I don't play football with my friends. Yes. I don't eat pork. Yes. I don't like watch some movies. I don't like watching movies. Okay. Okay, thank you, sir. Don't like presence ഉണ്ട്. പിന്നെ I don't like watching movies. I don't chat for long time in the phone. Yes. I don't prepare food in the kitchen. Yes.
I don't have a regular exercise in the morning. Yes. I don't read a newspaper daily. Yes. Okay. Very good. Okay. Yes. Thank Very you, sir. good. Yes. Libby Jude. Libby. Good afternoon, sir. Yes. Good afternoon, Libby. Continue. Okay, I don't wake up in morning. Yes. I don't care my garden. Yes. Okay. I'm not using any alcohol. Yes. Mm, I don't. I don't. I don't going to jogging in morning. Yes. Yes. I don't prepare the breakfast. Yes. Yes. Nilo. Libby. ഓക്കെ വെരി ഗുഡ് ഓക്കെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ലിപി പറഞ്ഞത്. ഓക്കെ വെരി ഗുഡ്. നിങ്ങൾ തെറ്റും എന്ന് വിചാരിച്ചിട്ട് ഉള്ള ടെൻഷനോ വിഷമൊന്നും വേണ്ട. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോ, ആദ്യം കുറച്ചൊക്കെ തെറ്റ് ഞാൻ കാണുന്നുണ്ടത്, അതങ്ങോട്ട് പറയാ ധൈര്യമായിട്ട്. അതിന് നമുക്ക് പറയാനായിട്ട് താല്പര്യം ഉണ്ടാവട്ടെ. യെസ്, അതാണ് ഞാനങ്ങനെ വിട്ടു തരുന്നത് നിങ്ങൾക്ക്. എന്താണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറയുക. ഇത്രയും നാൾ നിങ്ങൾ പറയാതിരുന്നു, അപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാം. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമുക്ക് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശരിയാവും. കുറച്ച് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും കേട്ടോ. യെസ്, ഡോണ്ട് വറി. അപ്പൊ ഇനി അടുത്ത അയന പറഞ്ഞു. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ അയന. I don't go to morning class. യെസ്. I don't talk with the strangers. I don't talk to strangers. Okay, very good. I don't watch serials. Yes. I don't eat fastly. Yes. I don't like lizard. Yes. Okay. I don't like lizard എന്നാണ് ഉദ്ദേശിച്ചത്. Lizard, പല്ലി. Yes. Okay. Very good. Yes. Okay. Very good. Yes. അഞ്ജു പറയൂ. Yes, sir. പറഞ്ഞോളൂ. I don't use chemical treatments in my hair. Yes. Oh, very good. I don't like to buy fast food for my son. Yes. I don't argue with anyone. Oh, that's another point. I don't argue with anyone. Yes. I don't like to spend my time with negative people. Yes. Oh, very good. I don't like sweets very much. Yes, very good. Yes, വളരെ സൗമ്യമായിട്ട് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു പോയി അഞ്ജു. വെരി ഗുഡ്. ഓക്കെ. Thank you, sir. യെസ്. ഐശ്വര്യ. Yes, sir. ഐശ്വര്യയാണ് ഞാൻ ആദ്യം വിളിച്ചത്. ഐശ്വര്യ എന്നുള്ള പേരിൽ തുടങ്ങി ഐശ്വര്യമായിട്ട് ആരംഭിക്കാന്ന് വിചാരിച്ചു. പക്ഷെ there was no reaction. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരെ മാറിയതാണ്. ഓക്കെ ഐശ്വര്യ, just stay. Okay, sir. I don't like banana to eat. Yes. I don't read newspaper daily. Yes. I don't use mobile phone after 10:30 p.m. Yes. I don't like sweets and chocolates. Yes. I don't drink black tea. Yes. Okay. Very good. Yes. Very good. Yes. Shilpa പറയൂ. Shilpa. Hello, sir. Okay. Continue, Shilpa. Start. I don't wake up early morning. I Yes. don't drink any hot items. ഒരു മിനിറ്റ്. ആദ്യം പറഞ്ഞ Hello. ആദ്യം പറഞ്ഞത് I don't wake up early morning. വോക്കപ്പ് എന്നുള്ളത് വേക്കപ്പ് എന്നല്ലോ. വോക്ക് എന്ന് പറയുമ്പോൾ പാസ്റ്റ് വേക്കപ്പ് അല്ലെങ്കിൽ ഗെറ്റപ്പ് എന്ന് പറയും. ഓക്കെ. Continue. I don't wake up early morning. I don't drink any hot items. Yes. I don't use any cosmetics item. Oh, very good. I don't use mobile games. Yes. I don't like to waste food. Yes. I don't use junk food. Yes. Okay. ശിൽപ, വെരി ഗുഡ്. യെസ്. ഓരോരുത്തരും അവരുടെ ക്യാരക്ടർ കൂടി അതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. അല്ല, നിങ്ങളെ കുറിച്ച് അഭിമാനം തോന്നുന്നു. നിങ്ങൾക്ക് കുറച്ചൊരു
കൃത്യതയില്ല. ദാറ്റ് ഇസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജിനിമോൾ, ജിനിമോൾ പറയൂ. യെസ്, ജിനിമോൾ. Sir, യെസ്, പറഞ്ഞോളൂ ജിനി. sir, I don't know to sing. Yes. I don't say lie. Yes. I don't know to sing. Yes. My son doesn't get up early. Oh, very good. My friend never doesn't. Very good, very good. Yes. My doctor doesn't eat food properly. Yes. I don't do any workouts regularly. Yes. I don't like pets. Yes. I don't argue with anyone. Yes. Okay, okay. I don't argue with anyone. Very good, very good. Okay, Jimmy. Very good, very good. Yes. Very good. Very good. Yes. Yes, Archana Achu. Archana Achu. Yes, sir. Yes, hello, sir. I don't like gun. I don't like beef. Yes. I don't I use. don't like it. Nice. I don't use makeup products. Yes. I don't singing. I don't Yes, drink black tea. yes. I don't overuse mobile. I don't overuse mobile. Yes. Okay, 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 okay. Archana, നെറ്റിന്റെ ചെറിയ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കട്ടായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അർച്ചന. Then Nimmi Joy. Nimmi. Nimmi. Nimmi Joy. Nimmi ഒരു ഏരിയ. Yes. Okay, okay, okay. Farida. Farida. Yes, Farida. sir. What is Farida? 5 items that you are not doing in your life. I don't like eat much food. Yes, very good. I don't drive four-wheeler. Yes. I don't quit my daily routine. Yes. I don't miss my prayers. Yes. I don't write diary. Yes. I am happy. I don't like to express. I am sad. I don't talk anybody. Yes. Okay, 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 okay. Very good, very good. Okay. You are expressing your personality. Okay, Farida. Very good, very good, very good. Nimmi Joy. Good afternoon, sir. Yes, good afternoon. I don't like a tea. I don't like. I don't like watching news. Yes. I don't eat fast food daily. Yes. I don't like waste water. Yes. I don't make food daily. Yes. I don't sing. Yes. I don't know to use cosmetic products. Yes. Okay. Okay, okay, okay. Very good, very good. Thank you. Five എന്ന് പറഞ്ഞിട്ട് 7 വരെ എത്തിയിട്ടുണ്ട്. Very good, very good, very good. ഈ ആൾക്കാണ് പറയാൻ താല്പര്യം. I don't like, I don't use. മേഘന I don't watch എന്ന് പറയാം. Watching അപ്പൊ ലൈക്ക് വാച്ചിങ് I don't like watching എന്നായിരുന്നു. അപ്പൊ കറക്റ്റായി. ഡോണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. യെസ്, ഞാനതും കൂടെ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കി, നമ്മളിവിടെ ചോദിച്ചു അവൾ വരാറുണ്ട്, ഷീ കംസ്. അവൾ വരാറില്ല, ഷീ ഡസ് നോട്ട് കം. യെസ്, അപ്പൊ നമ്മളത് ചോദ്യമായിട്ട് ചോദിക്കണം. അവൾ വരാറുണ്ടോ? നിങ്ങൾ ഉറങ്ങാറുണ്ടോ? നിങ്ങൾ പഠിക്കാറുണ്ടോ? അത് നമ്മൾ ചോദ്യമാക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യമാക്കം നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ പഠിക്കാറില്ല എന്നാണെങ്കിൽ യു ഡു നോട്ട് സ്റ്റഡി. ആ ഡു നോട്ട് സ്റ്റഡിയുടെ നോട്ട് അങ്ങോട്ട് കളയും. കളഞ്ഞിട്ട് ആ ഡു എടുത്തിട്ട് ആദ്യം പറയും. അപ്പൊ എന്തായി? ഡു യു സ്റ്റഡി. കേട്ടോ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. അപ്പൊ എന്തായാലും മാറിയത് ചോദ്യമായിട്ട് മാറി. ഡു യു സ്റ്റഡി?
ഡു യു യൂസ് മൊബൈൽ ഫോൺ? ഇനി ആ സബ്ജക്റ്റ് ഷീ എന്നാണെങ്കിൽ അവൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ? അപ്പൊ ഡു എന്നുള്ളതിന് പകരം ഡസ് ആദ്യം ഉപയോഗിക്കുക. ഡസ് ഷീ യൂസ് മൊബൈൽ ഫോൺ? ഡസ് ഷീ കം? അവൾ വരാറുണ്ടോ? ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം. യെസ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഐശ്വര്യ RS, ആർ യു റെഡി? എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറയോ? എന്തോ മനസ്സിലായില്ല സാർ, എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ അവർ വരാറില്ല എന്നുള്ളതിന് ദേ ഡു നോട്ട് കം എന്ന് പറയും. ദേ ഡു നോട്ട് കം. അത് നമ്മൾ അവർ വരാറുണ്ടോ എന്നൊരു ചോദ്യമാക്കിയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർ വരാറില്ല എന്ന് എഴുതിയാൽ നോട്ട് അങ്ങോട്ട് കളയുക. കളഞ്ഞിട്ട് ആ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുത്തിട്ട് ആദ്യം പറയും. അപ്പൊ എന്തായി? ഡു ദേ കം. പിടികിട്ടിയോ? ഇങ്ങനെയാണ്. ഡു ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറി? ചോദ്യമായിട്ട് മാറി. ഇനി സിംഗുലറായ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു എന്നുള്ളതിന് പകരം ഡസ് ആദ്യം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ ഇവിടെ വേണ്ടത് ഐശ്വര്യ ചോദിക്കേണ്ടത് ഞാൻ നേരത്തെ സുധീഷ. അപ്പൊ ഐശ്വര്യയും സുധീഷയും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് വിചാരിക്കും. യെസ്. രണ്ടുപേരും കൂടി ഒരു ചായ റെസ്റ്റോറന്റിൽ വന്നിരുന്ന ഒരു ടേബിളിന്റെ ഇപ്പുറത്തിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോ ഐശ്വര്യ ഒരു 3 ചോദ്യം സുധീഷോട് ചോദിക്കുക. എന്ത് ചോദിക്കുക? ഡു യു വെച്ച് ചോദിക്കുക. ഡു യു നിങ്ങൾ ഡു യു യൂസ് മൊബൈൽ ഫോൺ? ഡു യു ഈറ്റ് നോൺ വെജ് ഫുഡ്? അതെ, ഡു യു വെച്ച് ഒരു 3 ചോദ്യം ആരോട് ചോദിക്കുക? സുധീഷോട് ചോദിക്കുക. അപ്പൊ സുധീഷ എന്ത് പറയണം? യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. അത് സുധീഷയുടെ ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ യെസ് ഐ ഡു ദാറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ പറയാം. ഐശ്വര്യ 3 ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ എല്ലാവരും ഒരു 3 ചോദ്യം റെഡിയാക്കി വെച്ചോട്ടെ മനസ്സിൽ. Do you like to talk with me? Yes, very good question. Do you like to talk with me? എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? ഇഷ്ടമുണ്ടോ? Yes. Yes, I like talking with you. I like to talk with you. Yes. അടുത്ത ദിവസം ചോദിക്കും. Do you like to drink coffee? വെരി ഗുഡ്. ഞാൻ വിചാരിച്ചതല്ല, കോഫി എന്നല്ല ഞാൻ വിചാരിച്ചത്. വേറെ എന്തെങ്കിലും ലൈറ്റ് പലഹാരങ്ങളെ കുറിച്ച് ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു റെസ്റ്റോറന്റിലാണ് ഇരിക്കണെന്ന് പറഞ്ഞു. യെസ്. I love drinking coffee. Yes, I love drinking coffee. Yes. ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ. Next. എത്രയോ വിഷയങ്ങൾ കിടക്കുകയാണ് എല്ലാ ഐശ്വര്യ. എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. സർ, എനിക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. കോൺവെർസേഷൻ ആകുമ്പോ. ഞാൻ വേറെ ആളെ തരാം. Do you like to come with me for purchasing? Yes. We would like. Yes. Okay. ഐശ്വര്യ ഐശ്വര്യക്ക് അധികം ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആലോചിക്കാൻ അധികം സമയം കിട്ടാത്തതുകൊണ്ട് ഐശ്വര്യ നമുക്ക് എങ്കിലും ആ ചുരുങ്ങിയ സമയത്തിൽ പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആയിരുന്നു. വെരി ഗുഡ്. ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ്. ഇനി സുധീഷയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. സുധീഷ, നമ്മുടെ സിസ്റ്ററിനെ വിളിക്കാം. സിസ്റ്റർ, ജോൺ സിസ്റ്റർ. യെസ്. അപ്പൊ ഡു യു വെച്ച് തുടങ്ങുന്ന ഒരു 5 ചോദ്യം വേണമെങ്കിൽ സിസ്റ്ററോട് ചോദിച്ചോളൂ. ഓക്കെ സർ. യെസ്. അയ്യോ. യെസ്. അതല്ല സർ, ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാല് നമ്മള് ഈ റെസ്റ്റോറന്റില് സർ പറഞ്ഞില്ലേ കോൺവെർസേഷൻ എന്ന്. അപ്പൊ ആ ഇതിലാ ഞാൻ ചോദിച്ച അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. നമ്മള് നിങ്ങളെ ഞാൻ എൻക്വയറി ഓഫീസിൽ നിൽക്കും. കസ്റ്റമേഴ്സ് വരും, അവർ ചോദിക്കും, അതിന് മറുപടി പറയും.
ഇതെല്ലാം നമുക്ക് റെഡിയാക്കാം. അതുകൊണ്ട് പറയാം. യെസ്, ഓക്കെ. ഇപ്പൊ ഒരു ഡു യു വെച്ചൊരു ഇപ്പൊ സിസ്റ്റർ കിട്ടിയൊക്കെയല്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പേഴ്സണൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു 3-4 ചോദ്യം ചോദിച്ചാൽ ഡു യു. ഓക്കെ. യെസ്. ഇടയ്ക്ക് ചിലപ്പോ ചോദ്യത്തിന് പൈക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് വിട്ടുപോക്കോട്ടെ. വാട്സപ്പൊക്കെ വെച്ചോ. ഉദ്ദേശിക്കുന്നത് ഓക്കെ. ഇടയ്ക്ക് ചിലപ്പോ നമുക്ക് അതിന്റെ ഒരു ഉത്തരത്തിന്റെ കണ്ടിന്യൂഷൻ ചോദ്യം ചോദിക്കണം. ചിലപ്പോ ഡു യു ചിലപ്പോൾ പറ്റില്ല. വാട്ട് ചോദിക്കേണ്ടി വരും. ഓക്കെ, കണ്ടിന്യൂ. What do you like to have? What do you like to have? Yes. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. I like to drink Nescafe. Nescafe. Yes. Do you like it hot or cold? I like to drink hot. Hot. Okay. Do you have any money to pay? I don't have money and I don't have personal account. Yes. അത് നല്ല ചോദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടു. സുധീഷ ഓക്കെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കയ്യിൽ കാശുണ്ടാന്ന് വെക്കട്ടെ. Yes. Okay. After coffee, do you like to have some ice cream? Yeah, I like to I like to have an ice cream. Yes. Okay, sir. ഇനി കിട്ടുന്നില്ല. Okay, സുധീഷ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സിസ്റ്റർക്ക് ചാൻസ് കൊടുക്കാം. അയന. ഓക്കെ, വെരി ഗുഡ്. അയന. Hello, sir. Okay. അപ്പൊ okay. അപ്പൊ get ready. Ayana, you get ready to answer the questions from sister. Okay, sister. Okay. You ask some questions to Ayana. Sir, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണോ അതോ? ക്വസ്റ്റ്യൻ അവിടുന്ന് വരും. Okay. സിസ്റ്റർ ചോദിക്കും. യെസ്, ചോദിച്ചോളൂ. Do you like to have a biryani? Yes, I like biryani very much. Yes. Okay. നമുക്ക് സെന്റൻസ് കിട്ടിയാൽ മതി. അത് പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞോ. യെസ്. Do you like to sit with me a long time in the restaurant? Yes, I like to sit. Not long time. I like to sit. പറയൂ, സമയം പറയും. I like to sit up to 5 o'clock അല്ലെങ്കിൽ up to 4 o'clock. Okay. I like to sit up to 4 o'clock. Yes. Yes, ചോദിച്ചോളൂ. Do you like to prepare ice cream? I don't like to prepare ice cream, but I like to prepare biryani. Yes. Okay, sister, very good. Okay. Yes, okay. ഇനി അതിനകത്ത് ഞാൻ ചോദ്യം ചോദിക്കില്ല. വസന്തര, ഞാൻ പറഞ്ഞതേ ആ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഞാൻ വരാം. സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ആ സിറ്റുവേഷൻ ഒന്നുമല്ലാതെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റണ്ടേ? നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റില്ല, നമുക്ക് ചോദിക്കണ്ടേ? അപ്പൊ ആ ലെവലിലോട്ട് നമ്മളോട് വരണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു പരിശീലനമായിട്ട്. യെസ്. അപ്പൊ അയന ചോദിക്കാം. അയനക്ക് ചോദിക്കാനുള്ളത് ഹിബനോടാണ്. ഹിബ. Okay, Hiba, you get ready. Ayana, you ask the questions to Hiba. Hello.
Do you like this ambience? No. Enna? What? Can you Do repeat? you like this ambience? Ambience in this restaurant? I like ambience. Oh, okay. Yes. Do you visit here before? No, I haven't. ചോദിച്ചോ? Do you like to drink tea or coffee or any mocktail? I would prefer tea. Okay. Yes. Okay, Aina. Very good. Very good. Very good. Okay. Okay. Yes. Okay. 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 അപ്പൊ ഇനി ഹിബക്ക് ചോദിക്കാനായിട്ട് ഒരാൾ വേണം അല്ലേ? Yes. Anju Aravind, are you ready? Yes, Anju sir. Aravind. Yes, sir. Yes. Okay. Hiba, ask the questions to Anju Aravind. Okay. Do you like to come with me for a tea? ഒരു ഹിബക്ക് പറ്റുമല്ലോ, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, ഒരു വെൽക്കം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വളരെ കാഷ്വൽ ആയിട്ട്. ഹായ് അഞ്ജു. Like hi Anju. Okay, okay. Okay, okay. Okay. Hi Anju, how are you? Hi, I'm fine. So let's have a tea together. Yes. Okay, let's go to a restaurant, okay? Yeah. അത് മതിയോ സാറേ? ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോരെ? അതുപോരെ? ഒന്നുമില്ല. Okay, I would like to talk to you in private so we can have tea. Yeah. Okay. So do you like to drink tea or coffee after reaching the restaurant, okay? Okay, 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 okay. So do you like to drink tea or coffee? Sorry. I like to drink coffee. So do you need a snack with it? Yeah. Okay. So do you have anything to do today? Yes. Oh, sorry. Right. Okay. So do you need anything rather than the snack? Do you need anything? Yes. So you can order. Yeah. Yes. അഞ്ജുന് മറുപടി കിടക്കി വെക്കുന്നില്ല, പറഞ്ഞു നോക്കണത്. മൈക്ക് ഓണാക്കി വെച്ചോ, അത് പറഞ്ഞോ. സാർ എന്റെ മോൻ ഉണ്ടായിരുന്നു. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് ഇത് ഉപയോഗിക്കാറുണ്ടോ, സ്ഥിരം ഉപയോഗിക്കാറുണ്ടോ, ഇങ്ങനെയുള്ള ഡ്രസ്സാണോ സ്ഥിരം ഉപയോഗിക്കുന്നത്? അതാണ് 100 ചോദ്യങ്ങൾ ചോദിക്കാം. ആക്ച്വലി ഡു യു ഹാവ് എനിത്തിങ് ടു ഡു ടുഡേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അവള് നോ എന്ന് പറയാം. പിന്നെ കുറെ സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യാ, അവള് യേസ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ആയി പോയി. ഓക്കെ, 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 ഓക്കെ. അഞ്ജുനെ പറയണ്ട, കാരണത്തിലേ ഇത് റെഡിയാവുന്നു. ഇപ്പോഴത്തെ ഒരു ബാലാരിഷ്ടത നോക്കണ്ട, ഈ ബാലാരിഷ്ടതയൊക്കെ മാറി റെഡിയാവും. ഓക്കെ ഹിബ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അഞ്ജു, വെരി ഗുഡ്. ഓക്കെ, 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 ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കളോട് പറയാം. നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, നീ പറയും, ഇത് പറയാം, അവനെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറയാം. ഇനി ഞാൻ ചോദിക്കാം, പറയാം. ഇംഗ്ലീഷ് എപ്പോഴും സംസാരിച്ചാലും റെഡിയാവും. നമുക്ക് ബാക്കി വേണമെങ്കിൽ എഴുതാൻ പറ്റും, നമ്മൾ സംസാരിക്കണ്ടേ? വി ഹാവ് ടു സ്പീക്ക്. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഗ്രാമറൊക്കെ ആദ്യം പൊക്കോട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഒന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുക. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ഡു ആദ്യം വന്നു കഴിയുമ്പോൾ, ഡസ് ആദ്യം വന്നു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ടെൻസിനെ കുറിച്ചാണ്. ഈ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ അത് ഞാൻ അവോയ്ഡ് ചെയ്യണം. ഞാൻ അടുത്തിലോട്ട് കിടക്കുക. രണ്ടാമതൊരു ടെൻസ് ഉണ്ട്. ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ എഴുതുന്നത് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റ് ടെൻസ് അത് വെർബാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ
അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് കാണിക്കുന്നതാണ്. ഓൾറെഡി ഹാപ്പൻ, ചെയ്തു കഴിഞ്ഞു. ഐ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. ഐ വെന്റ് എന്ന് പറയണം, ഞാൻ പോയി. ഐ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. ഐ ടുക്ക് എന്ന് പറയണം, ടേക്കിന്റെ പാസ്റ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഹാപ്പൻ, സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. യെസ്, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാം. നമുക്ക് പറയാം, നമ്മൾ പരീക്ഷ പാസ്സായി. ഐ പാസ്ഡ് മൈ ഡിഗ്രി എക്സാമിനേഷൻ. ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ പറയാം. ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ഏകദേശം 3:15 3:15 സമയത്ത് ആരെയാണ് ഞാൻ വിളിക്കുന്നത്? നിമ്മി ജോയ്. നിമ്മി ജോയ്, യെസ് യെസ്. ജിനി മോൾ, നിമ്മി ജോയ് വന്നു. നിമ്മി ജോയ്, നിമ്മി ജോയ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചോദ്യം പറയുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ 3:15 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ നിമ്മി ചെയ്തത് മുഴുവൻ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. കാരണം ഇതെല്ലാം കഴിഞ്ഞു പോയ സംഭവങ്ങളല്ലേ. വേണമെങ്കിൽ നിമ്മിക്ക് പറയാം, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു? 6 മണിക്ക് എഴുന്നേറ്റു. ഐ ഡിഡ് മൈ റൊട്ടീൻ വർക്ക്. ദിനചര്യകൾ അല്ലെ പറയണ്ട. ഓക്കെ ഓക്കെ, നിമ്മി ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ, പറയണ്ട. ഞാൻ പറയുന്നത് നിമ്മിക്ക് ആലോചിക്കാൻ സമയം കിട്ടണം. യെസ്, നിമ്മിക്ക് മാത്രമേ ഉള്ളൂ. എത്ര മണിക്ക് എഴുന്നേറ്റു? അപ്പൊ കഴിഞ്ഞു പോയ സംഭവമാണ്. ഐ ഗോട്ട് അപ്പ്, ഗെറ്റ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്. ഗോട്ട് അപ്പ്, എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ മൊബൈൽ നോക്കി, മാർക്കറ്റിൽ പോയി, മീൻ വാങ്ങി. ഇതെല്ലാം കഴിഞ്ഞു പോയ സംഭവമാണ്. അങ്ങനെ 2:30 ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഈവൻ നൗ ഐ ആം അറ്റൻഡിങ് ദ ക്ലാസ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇനി ആരംഭിക്കേണ്ടത് ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ 3:17 വരെയുള്ള സമയത്ത് നടന്ന കാര്യം കുറച്ച് ആലോചിക്കട്ടെ. ഇന്ന് രസകരമായിട്ട് പ്രസന്റ് ചെയ്യാം നടന്ന സംഭവങ്ങളും. സിമ്പിൾ പാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നലെ എന്നുള്ളത് വേണമെങ്കിൽ ഇന്നലെ അയക്കാനും കുഴപ്പമില്ല. ഇന്നലെ സംഭവം പറഞ്ഞാൽ മതി. യെസ്റ്റർഡേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാം. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ പറയും. ഇനി വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്തത് ബർത്ത്ഡേ ഫംഗ്ഷൻ വിചാരിക്കും. ആ ബർത്ത്ഡേ ഫംഗ്ഷൻ പറയും, ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് വീക്ക്. അല്ലോ, അവിടെ എന്തൊക്കെ സംഭവിച്ചുള്ള കാര്യങ്ങളാണ് പ്രസൻസ് പറഞ്ഞാൽ മതി. ഐ സോ മൈ റിലേറ്റീവ്സ്, ഐ ടുക്ക് സം സ്നാപ്സ്, അങ്ങനെ ഐ ഏറ്റ് ഗുഡ് ഡെലീഷ്യസ് ഫുഡ് ഫ്രം ദെയർ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പാസ്റ്റ് പറയാം. യെസ്, ഓക്കെ. അപ്പൊ നിമ്മി ഐശ്വര്യം പറഞ്ഞോളൂ. Yesterday my baby's first birthday. Celebrated. Celebrated the first birthday. Celebrated the first birthday of my baby. അപ്പോ ഞങ്ങളുടെ ഇപ്പോൾ 29 പേരുടെയും ജന്മദിനാശംസകൾ അറിയിക്കുന്നു. ഓക്കെ, യെസ്. Thank you. ഐസ്ക്രീമും പാലടയും പ്രഥമയൊക്കെ വരുന്നുണ്ട്. യെസ്, ഓക്കെ. യെസ്. Families are coming. Yesterday meeting means my families coming. നമുക്ക് പറയാം. അപ്പൊ ചുരുക്കടിയാണ് ബന്ധുക്കൾ വന്നു. ബന്ധുക്കൾ എന്നുള്ളതിന് റിലേറ്റീവ്സ്. കം എന്നുള്ളതിന്റെ പാസ്റ്റേഴ്സ് കെയും. റിലേറ്റീവ്സ് കെയും. എത്ര മണിക്ക് വന്നു? സമയം പറഞ്ഞാലും പറഞ്ഞു. എത്ര മണിക്കാണ്? 7 o'clock. അപ്പൊ 6 o'clock. ഓക്കെ. 7 o'clock റിലേറ്റീവ്സ് കെയും. ഇനി കേക്ക് മുറിച്ചു. ഞങ്ങൾ കേക്ക് മുറിച്ചു. അത് പറഞ്ഞു, ഞങ്ങൾ കേക്ക് മുറിച്ചു. ഞങ്ങള് കേക്ക് മുറിച്ചത്. കുട്ടിയായിക്കോട്ടെ. മൈ ഡോട്ടർ, എന്റെ മകൾ കേക്ക് മുറിച്ചു. ഇംഗ്ലീഷിൽ പറയാം. My son cutting cake in 8 o'clock. ഓക്കെ. ing വേണ്ട. മൈ സൺ കട്ട്. പാസ്റ്റേഴ്സ് പറഞ്ഞാൽ മതി. മൈ സൺ
cut the cake 8 o'clock. പിന്നെ എന്ത് ചെയ്തു? There are eating food. We ate food. Ate. Eat എന്നുള്ളതിന്റെ പർസസ്. We ate food. Yes. നമുക്ക് പറയാം. The food included. ഫുഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പറയാം. Biryani. Salad. Salad. Chicken curry. Yes. Yes. Ice cream. Yes. Dessert. Yes. That's it. Okay. Very good. Now sentence ഉണ്ടാക്കിയതാണ്. Okay. Very good. ഇനി പറയുന്നു എന്റെ മകൾക്ക് എന്റെ മകന് ധാരാളം ഗിഫ്റ്റ് കിട്ടി. അത് വിളിച്ചു പറഞ്ഞു. കഴിക്കൂലേ? എന്റെ മകന് കിട്ടി എന്ത് കിട്ടി? ഗിഫ്റ്റ്. അങ്ങനെ പറഞ്ഞു. My son son my son gift for cycle. Yes. Okay. My son got a cycle as a gift. Okay. Correct. Yes. My father gift my father. It was given by my father. Okay, very good. Yes, അങ്ങനെ പറയുന്നു എന്റെ മകന് ഭയങ്കര സന്തോഷമായി. പറഞ്ഞേ. Very happy my son. My son was very happy. Yes. Okay. പിന്നെ he is very smile. Yes. Okay. Yes. His friends his families are coming. He's very enjoying this moment. Yes. Okay. Very good. അപ്പൊ നിമ്മി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിമ്മിയുടെ സന്തോഷത്തിന് ഞങ്ങൾ പങ്കുചേരുന്നു. നിമ്മിയുടെ വാക്കുകളിലൂടെ ഇന്നലെ ഉണ്ടായ നിമ്മിയുടെ മൈ സൺ വാസ് വെരി ഹാപ്പി എന്ന് പറയുന്നതൊപ്പം തന്നെ നിമ്മി വാസ് ആൾസോ വെരി ഹാപ്പി എന്നുള്ളത് ഞങ്ങൾ ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? നിമ്മിയുടെ വാക്കുകളിലൂടെ നമുക്ക് വി അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്, വി അണ്ടർസ്റ്റാൻഡ് യുവർ ഹാപ്പിനെസ്. അപ്പൊ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാവ്യ. ഓക്കെ കാവ്യ. യെസ്, കാവ്യയില്ല. യെസ്, ഇനി ആരെങ്കിലും ഒരാൾ റെഡിയായിട്ട് വന്ന് ഞാൻ പറഞ്ഞു നോക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് ആരാളെ എന്റെ മക്കളെ തെറ്റിക്കോട്ടെ, നിങ്ങളങ്ങോട്ട് പറയേ. യെസ്, നമുക്ക് സിസ്റ്ററിനെ തന്നെ വിളിക്കാം. ഓക്കെ, ഫരീദ റെഡിയാണ്. ഓക്കെ ഫരീദയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫരീദ വിളിക്കാം, അതിന് നമുക്ക് വിളിക്കാമല്ലോ. ഓക്കെ, യെസ് ഫരീദ. ഓക്കെ, ഫരീദ പറഞ്ഞോളൂ. ഫരീദ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ മാരേജ് ആവാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഗെറ്റ് ടുഗദർ, അതോ അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവം, അല്ലെങ്കിൽ ഒരു കോമഡിയുടെ സംഭവം എന്തെങ്കിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയും, പ്രസന്റ് ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് മാർജിൻ ഫ്രീ ഷോപ്പിൽ പോയതോ അവിടെ ചെന്നത് സാധനങ്ങളോ, അങ്ങനെ എല്ലാം പാസ്റ്റേഴ്സാണ്. കഴിഞ്ഞു പോയ സംഭവമാണ് എല്ലാം. വരാൻ പോകുന്ന അവരുടെ എല്ലാം കഴിഞ്ഞു പോയതായിരിക്കും. ഓക്കെ, യെസ് പറഞ്ഞോളൂ. Yesterday we all together attended a marriage function. Yes, very good. Yes, yesterday we attended a marriage function. Yes. ഞാൻ അവിടെ ഒരു 12 മണിക്ക് എത്തി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 മണിക്ക് എത്തി. I reached at 11 o'clock. Yes, very good. എന്റെ ബന്ധുക്കളെ ഞാൻ കണ്ടു. I met my cousins. Yes, ഞാൻ വളരെ നേരം അവരുമായിട്ട് സംസാരിച്ചു. I spoke with them a lot of time. Okay. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. I was very happy at time. Yes. ആ ഫ്രണ്ട്, ആ റിലേറ്റീവ്സിൽ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക്
എന്റെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ക്ലോസ് റിലേറ്റീവ് ഉണ്ടായിരുന്നു. Among the friends, among the relatives, there is one of my favorite one. I met yes. her when we Yes, I met her after a long time. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. അവൾ എൻ്റെ കോളേജ് സഹപാഠിയായിരുന്നു. she was my college mate. Okay, she was my college mate. Correct ആണ്. Okay, ഇനി കോളേജിലേക്ക് നമുക്ക് അവിടെ നിന്ന് പോകാം. കോളേജിൽ ഞങ്ങൾ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ നിൽക്കുകയാണ്. പക്ഷെ അന്ന് എന്തെങ്കിലും ഇങ്ങനെ കിടക്കിയ കാര്യങ്ങള് വിശദമായിട്ട് നമുക്ക് പറയാം. അവിടെ ചെന്നു കൂട്ടുകാരിയെ കണ്ടു. ഈ കൂട്ടുകാരിയുമായിട്ടാണ് ഞങ്ങൾ ടൂർ പോയപ്പോൾ അവിടെ ഞങ്ങൾ ഇതുപോലെ കുസൃതിയെ കാണിച്ചു. അങ്ങനെ വെറൈറ്റി അല്ലെങ്കിൽ ഞങ്ങൾ ചില അധ്യാപകർ വരുമ്പോൾ ആ ക്ലാസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾക്കായിരുന്നു, ഈ കൂട്ടുകാരിക്കായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറായിട്ട് വന്നത്. ഓക്കെ 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 അങ്ങനെ പറയാം. ഓക്കെ ഫരീദ, യുവർ അറ്റംപ്റ്റ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 100 പറഞ്ഞു. വെരി ഗുഡ്. യെസ്, നമുക്കിത് തുടരും. ഇപ്പൊ 26 ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഞാനിത് ആരെ ഏൽപ്പിക്കുന്നു? ഹിബനെ തന്നെ ഏൽപ്പിക്കുന്നു, അഞ്ചരവിദ്യനെയും ഏൽപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സിമ്പിൾ പാസ്റ്റിന്റെ ഇന്ന് പറയാൻ പറ്റാതിരുന്നവർ കൂടി നമുക്ക് അന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സമയമായതുകൊണ്ട് നിർത്തുകയാണ്. We will meet in the next class. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay.